ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാളെ നമ്മൾ ഉഴുന്നുദോശയും സാമ്പാറായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ദോശയ്ക്കുള്ള അരി വെള്ളത്തിലിടാട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉഴുന്നും പച്ചരിയൊക്കെ കഴുകി വൃത്തിയാക്കാം കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അരിയെല്ലാം അരച്ചെടുക്കുകയാണ്. എൻ്റെ അമ്മയുണ്ടോ അരിയെല്ലാം അരച്ചെടുക്കുന്നത്. ഇനി ഇതാ പിന്നെ ദോശയ്ക്ക് പിറ്റേ ദിവസത്തേക്ക് മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലായിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിന് മുകളിലായിട്ട് നമ്മൾ മാവ് അരച്ച് വെച്ച പാത്രം നമ്മൾ കയറ്റി വയ്ക്കുക. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ പൊങ്ങി വരും. നമ്മൾ അപ്പക്കാരൊന്നും ഇട്ടെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ദോശ ചുട്ടെടുക്കാം. തട്ട് ദോശ ആക്കിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഇനി നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിലോട്ട് ഇതാ മുരിങ്ങക്കായ, തക്കാളി, ചെറിയ ഉള്ളി, വലിയ ഉള്ളി, ഉരുളക്കിഴങ്ങാണ് കേട്ടോ നമ്മളെടുത്ത് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ജലദോഷമൊക്കെ വന്നിട്ട് ശബ്ദമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ഇതാ പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഉരുളക്കിഴങ്ങും വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ 2 തക്കാളി അരിഞ്ഞതും ചേർത്തു. ഇനി ഇതാ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലോട്ടുള്ള പൊടികൾ ചേർക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, പിന്നെ സാമ്പാർ പൊടി മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാറ്. മറ്റു പൊടികളൊന്നും ചേർത്ത് കൊടുക്കാറില്ല. കൂടുതലും ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടിയായിട്ട് ചേർത്തെടുക്കും. ഇനി ആ പാകത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൂട്ടത്തിൽ ഞാൻ മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇനി ഒരു ചെറിയ 2 കഷ്ണം കായം കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി അതിലോട്ട് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു കടായി ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഉഴുന്ന് പരിപ്പ്, ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെറിയ ഉള്ളിയും എടുത്ത് വെച്ച വെളുത്തുള്ളിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയും കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ തേങ്ങ ചൂടാറിയതിൻ്റെ ശേഷം അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ ഞാൻ ഇതിൽ പിന്നെ മുരിങ്ങക്കായും വെണ്ടയ്ക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മറ്റ് കഷ്ണങ്ങളെല്ലാം വെന്തതിൻ്റെ ശേഷമാണ് ഞാൻ മുരിങ്ങക്കായും വെണ്ടയ്ക്കും ചേർത്ത് കൊടുക്കാറ്. ഇപ്പോൾ അതാ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഒരു വിസിൽ വന്നു, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് നമുക്ക് ചേർത്തെടുക്കാം. അപ്പോൾ അതാണ് നന്നായിട്ട് തിളച്ചു, നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് വറുത്തെടുക്കുക കേട്ടോ. നമ്മൾ കടുകൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക.
തീർച്ചയായും ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഈ സാമ്പാർ അപ്പോൾ ഇതാ നമ്മൾ സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അടിപൊളി സാമ്പാറാട്ടാ. ഞാൻ അപ്പുറത്ത് ദോശയും ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ദോശയും സാമ്പാറും റെഡി ആയിട്ടുണ്ട്.